ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ചാപ്റ്ററിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യ സെഷനിലെ തിയറി പാർട്ടുകളൊക്കെ പറഞ്ഞു വെച്ചതാണ്. ആംഗിളിൻ്റെ മെഷർ, അത് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ഡിഗ്രി മെഷർ, റേഡിയൻ മെഷർ, അവർ തമ്മിലുള്ള റിലേഷൻസ്, സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഫോർമുല, ആർക്ക് ലെങ്ത് കാണാനുള്ള ഫോർമുല, അതേപോലെ ഏരിയ ഓഫ് എ സെക്ടറിൻ്റെ ഫോർമുല, റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി മെഷർ ആൻഡ് റേഡിയൻ മെഷർ, അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം ഡിസ്കഷനിലേക്കാണ് വരുന്നത്. ഡിസ്കഷൻ പ്രോബ്ലംസിൽ ഒന്നാമത്തെ ചോദ്യം ഞാൻ എഴുതിയത്, ഫൈൻഡ് ദ റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് ഡിഗ്രി മെഷേഴ്സ്. നിങ്ങൾക്ക് ആംഗിള് ഡിഗ്രി അളവിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ റേഡിയൻ മെഷർ കണ്ടുപിടിക്കണം. ഇതൊക്കെ ഡിഗ്രി അളവിൽ തന്ന ആംഗിൾസ് ആണ്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത് 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു എത്ര റേഡിയൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു π/180 റേഡിയൻ ആണ്. റേഡിയൻ സിമ്പിൾ എഴുതണം നിർബന്ധമില്ലാത്തതുകൊണ്ട് π/180 എഴുതിയാൽ മതി. അപ്പൊ ഒന്നാമത്തെ ഡിഗ്രി അളവ് 75 ഡിഗ്രി ഇസ് ഈക്വൽ ടു 75 ഇൻറ്റു π/180. ആ ഡിഗ്രി സിമ്പിൾ ഒഴിവാക്കിയിട്ട് ഇൻറ്റു π/180 ചെയ്താൽ അത് റേഡിയൻ മെഷറായി. ഇനി ഇത് പൈ അവിടെ കിടന്നോട്ടെ. 75ഉം 180ഉം പരമാവധി സിംപ്ലിഫൈ ചെയ്ത് വെക്കുക. മാക്സിമം സിംപ്ലിഫൈ അവിടെ നമുക്കിവിടെ 15 കട്ട് ചെയ്യാം. 5 ഇവിടെ 12 വരും. അല്ല ചെറുതായി കൊണ്ടുവന്നാലും മതി. എന്തായാലും അത് 5π/12 റെഡ്യൂസ് ചെയ്ത് വെക്കാൻ പറ്റും. സെക്കൻഡ് വൺ 315 ഡിഗ്രിയാണ്. അത് 315 ഇൻറ്റു π/180 ദാറ്റ് ഈസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ഇവിടെയും 15 കട്ട് ചെയ്യാം. 30-ന് 2, ബാലൻസ് 1, 15-ന് 1, 21π/12 വരും ആദ്യം. 21π/12 ഒന്നും കൂടി റെഡ്യൂസ് ചെയ്യാം. നമുക്കിവിടെ 3 കട്ട് ചെയ്യാം. ഇവിടെ 7, ഇവിടെ 3 കട്ട് ചെയ്യുമ്പോൾ 4, 7π/4 ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ആൻസർ. തേർഡ് വണ് 1080 ഡിഗ്രി ഈക്വൽ ടു 1080 ഇൻറ്റു π/180. 10 ആദ്യം ഡിവൈഡ് ചെയ്തു. 108π/18 ദാറ്റ് ഈസ് ഈക്വൽ ടു 6π. 6π 18, 6 18 108 അല്ലേ. 6 10 60, 6 8 48, 108. ദെൻ ഫോർത്ത് വൺ -120 ഡിഗ്രി. നെഗറ്റീവ് ആംഗിൾ എന്താന്ന് കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. 120 ഡിഗ്രി എമൗണ്ട് ആണ്, പക്ഷെ അവിടെ റൊട്ടേറ്റ് ചെയ്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇത് -120 ഇൻറ്റു π/180 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആദ്യം കട്ട് ചെയ്തു. 12 18 ആകുമ്പോൾ നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്യാം. -2π/3. -2π/3. Then question number 5 -100 ഡിഗ്രി. മൈനസ് അവിടെ നോട്ടെ. 100 ഇൻറ്റു π/180 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആദ്യം ഡിവൈഡ് ചെയ്തു. -10π/18, 2 കട്ട് ചെയ്താൽ -5π/9. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6 -8 to 10 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു -8 to 10 ഇൻറ്റു π/180 ഈക്വൽ ടു -81π/18. 9 കട്ട് ചെയ്യുമ്പോൾ -9π/2. ഇനിയുള്ള രണ്ടെണ്ണം ഡിഗ്രി മിനിറ്റ് ആയിട്ടാണ് തന്നത്, അഥവാ അത് ഡെസിമൽ ഡിഗ്രിയാണ്. അപ്പൊ നിങ്ങൾ അതിനെ ഇൻറ്റു π/180 ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ശ്രദ്ധിച്ചോ. ഏഴാമത്തത് 25 ഡിഗ്രി 30 മിനിറ്റ്സ്. അത് നിങ്ങൾ ഡെസിമൽ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 ഡിഗ്രി പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പൊ 30 ഡിഗ്രി എന്ന് പറയുന്നത് അര ഡിഗ്രിയാ. 30 മിനിറ്റ് പറയുന്നത് അര ഡിഗ്രിയാ. അപ്പൊ 25 ഡിഗ്രി 30 മിനിറ്റ് പറയുന്നത് 25.5 ഡിഗ്രിയാ. ശരിയല്ലേ? ഇനി അതിന് നമ്മൾ റേഡിയനിലേക്ക് മാറ്റുമ്പോൾ 25.5 ഇൻറ്റു π/180 ഈക്വൽ ടു, ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടി 10 ഇൻറ്റു ചെയ്താൽ 255 ഡിവൈഡഡ് ബൈ 1800π. നമുക്കിവിടെ ചെറുതാക്കാം. 5 കൊണ്ട് കട്ട് ചെയ്താൽ 51. ഇവിടെ 5 കട്ട് ചെയ്താൽ 3 6 അല്ലേ, 360 അല്ലേ. അതെ. ഈക്വൽ ടു 51π ഡിവൈഡഡ് ബൈ 360. ഒന്നും കൂടി ചെറുതാക്കാം. 51 360 ആകുമ്പോൾ 3 കൊണ്ട് കട്ട് ചെയ്യാം. 3 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2
sorry 17 3 cut ചെയ്യുമ്പോൾ 17 pi divided by 120. That is answer. Then last one minus 40 degree 20 minutes. Minus അവിടെ വെച്ചോ 40 plus 20 by 60 അത്രയും എങ്ങനെ മനസ്സിലായത് 20 by 60 മിനിറ്റ് ആണെന്ന്, സോറി ഡിഗ്രി ആണെന്ന്. 20 മിനിറ്റ് അല്ലേ, 20 മിനിറ്റ് അല്ലടാ, 60 മിനിറ്റ് ഒരു ഡിഗ്രിയാ. അപ്പോൾ ഒരു മിനിറ്റ് 1 by 60 ഡിഗ്രിയാ. അപ്പോൾ 20 മിനിറ്റ് 20 by 60 ഡിഗ്രിയാ. That is equal to minus of 40 plus 20 by 60 ആകുമ്പോൾ 1 by 3 equal to minus of 121 by 3 ഡിഗ്രി. കംപ്ലീറ്റ് ഡിഗ്രി ആക്കി. That is equal to minus of 121 by 3 into pi by 180 റേഡിയൻ. pi by 180 റേഡിയൻ ആക്കാണ് നമ്മുടെ പണി. ഇപ്പോൾ ഡെസിമലുള്ളത് ആദ്യം കംപ്ലീറ്റ് ഡിഗ്രിയിലേക്ക് മാറ്റി ഇൻറ്റു pi by 180 ചെയ്തു. ഈക്വൽ ടു നമുക്ക് 121 ഇത് കട്ട് ചെയ്യാൻ പറ്റൂല. മൈനസ് 121 പൈ ഡിവൈഡഡ് ബൈ 318 84 ഒരു 0 ഇവിടെ വെച്ചാൽ മതി. കട്ട് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഈ 7-8 പ്രോബ്ലത്തിൽ ചെയ്തത് ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്തു. എല്ലാവരും പഠിച്ചല്ലോ? ഓക്കെ. ഇനി ആ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഫൈൻഡ് ദ ഡിഗ്രി measure corresponding to the following radian measures. Corresponding to the following radian measures. റേഡിയൻ അളവിൽ തരും, നിങ്ങൾ അതിൻ്റെ ഡിഗ്രി അളവ് കണ്ടുപിടിക്കണം. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ 4 pi by 3 2 7 pi by 6 3 10 pi 4 minus 8 pi by 5 minus 11 pi by 3 6 minus 3 pi by 4 7 8 എട്ടാമത്തത് -4. ഇതെല്ലാം റേഡിയൻ മെഷറുകളാണ്, അഥവാ റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഈ റേഡിയൻ അളവിന്റെ അഥവാ റിയൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ഡിഗ്രി മെഷർ കണ്ടുപിടിക്കണം. അവിടെ നിങ്ങൾക്ക് വരേണ്ടത് 1 റേഡിയൻ എന്ന് പറയുന്നത് ഡിഗ്രിയിൽ പറയുമ്പോൾ 180 ഡിവൈഡഡ് ബൈ പൈ അത്രയും ഡിഗ്രിയാണ്. ഡിഗ്രി സിമ്പൽ നിർബന്ധമായിട്ട് എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ 4 pi by 3 റേഡിയനെ അഥവാ റിയൽ നമ്പറിനെ ഡിഗ്രി ആക്കുമ്പോൾ 4 pi by 3 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ അത്രയും ഡിഗ്രി. അപ്പോൾ പൈൻ്റെ ശല്യം ഇവിടെ കഴിഞ്ഞ് പെട്ടെന്ന് പോയി, പൈ ക്യാൻസലായി പോയി. 3 180 നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 60 വരും. 4 into 60 എന്ന് പറയുമ്പോൾ 240 ഡിഗ്രി മസ്റ്റായിട്ട് എഴുതണം. 240 ഡിഗ്രി. സെക്കൻഡ് വൺ 7 pi by 6 7 pi by 6 into 180 divided by pi അത്രയും ഡിഗ്രി. ഈ പൈ ക്യാൻസൽ ആയി പോയി. 6 180 കട്ട് ചെയ്യുമ്പോൾ 30 വരും. 7 into 30 210 ഡിഗ്രി, 210 ഡിഗ്രി. തേർഡ് വൺ 10 pi is equal to 10 pi into 180 divided by pi അത്രയും ഡിഗ്രി. പൈ ക്യാൻസൽ ആയി പോയി. 10 into 180 1800 ഡിഗ്രി, 1800 ഡിഗ്രി. Then question number 4 minus 8 pi by 5 is equal to minus 8 pi by 5 into 180 divided by pi അത്രയും ഡിഗ്രി. പൈ ക്യാൻസൽ ആയി പോയി. -5 180 കട്ട് ചെയ്യുമ്പോൾ 36
മൈനസ് 8 ഇൻറ്റു 36 8 48 8 ബാക്കി 4 4 8 24 4 28 മൈനസ് 288 ഡിഗ്രി 5 മൈനസ് 11 പൈ ബൈ 3 മൈനസ് 11 പൈ ബൈ 3 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ ഡിഗ്രി പൈ ക്യാൻസൽ ആയി പോയി 3 180 കട്ട് ചെയ്യുമ്പോൾ 60 മൈനസ് ഉണ്ടാവും 11 ഇൻറ്റു 6 66 0 660 നെഗറ്റീവ് 660 ഡിഗ്രി ആറാമത്തത് മൈനസ് 3 പൈ ബൈ 4 മൈനസ് 3 പൈ ബൈ 4 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ അത്രയും ഡിഗ്രി പൈ ക്യാൻസലായി 4ഉം 180 കട്ട് ചെയ്യുമ്പോൾ 45 3 ഇൻറ്റു 45 135 നെഗറ്റീവ് ഉണ്ടാവും അത്രയും ഡിഗ്രി. ഇപ്പം ചെയ്ത 6 പ്രോബ്ലത്തിൽ നമുക്ക് തന്ന നമ്പറിന്റെ കൂടെ ഒരു പൈ ഇൻറ്റു ഉണ്ടായിരുന്നു. പൈ ഇൻറ്റു വെച്ചിട്ടാണ് തന്നത് 6 എണ്ണത്തിൽ. അതുകൊണ്ട് നമ്മൾ ഇൻറ്റു 180 ബൈ പൈ ചെയ്തപ്പോൾ പെട്ടെന്ന് ആ പൈ ക്യാൻസൽ ചെയ്തിട്ട് നമുക്കൊരു കൃത്യമായിട്ടൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് പൈൻ്റെ ശല്യമില്ലാതെ. ലാസ്റ്റ് 2 പ്രോബ്ലത്തിൽ ഞാൻ അവിടെ പൈ ഇല്ലാത്ത നമ്പറാണ് തന്നത്. ഈ 2 പ്രോബ്ലത്തിലും ബ്രാക്കറ്റിൽ ഞാൻ തരുന്നുണ്ട് യൂസ് പൈ ഈക്വൽ ടു 22/7. പൈയിൽ വെച്ചാൽ പോരാ, പൈയിലെങ്ങനെ അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുക്കാൻ പറയുന്നുണ്ട്. യൂസ് പൈ ഈക്വൽ ടു 22/7. അപ്പൊ ഞാൻ 7ാമത്തേത് നോക്കാം. 8 എന്ന നമ്പറിനെ നമുക്ക് ഡിഗ്രി ആക്കണം. ഒരു നമ്പറിനെ ഒരു റിയൽ നമ്പറിനെ ഡിഗ്രി ആക്കുമ്പോൾ ഇൻറ്റു 180 ബൈ പൈ ചെയ്താൽ മതി. അപ്പോൾ അത് 8 ഇൻറ്റു 180 ഡിവൈഡ് ബൈ പൈ ഡിഗ്രി. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ എന്തായിരുന്നു സംഭവിച്ചത്? ഈ സ്റ്റെപ്പ് നമുക്ക് പൈനെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റി. ഇതിന് പൈ അവിടെ നിൽക്കുകയാണ്. എന്താ പറയുന്നത്? യൂസ് പൈ ഈക്വൽ ടു 22/7. അപ്പോൾ 8 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 22/7 അത്രയും ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 180 ഇൻറ്റു 7 മുകളിൽ പോവും ഡിവൈഡഡ് ബൈ 22 ഡിഗ്രി. അപ്പം നമുക്കൊരു 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 11 വരും, ഇവിടെ 8നെ കട്ട് ചെയ്യുമ്പോൾ 4 വരും. 4 ഇൻറ്റു 7 28 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 11 ഡിഗ്രി. ഇനി 28 ഇൻറ്റു 180 മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡെസിമൽ നമ്പർ ആയിരിക്കും. ആ ഡെസിമലിനെ 2 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ചെയ്യാം. അപ്പൊ 28 ഇൻറ്റു 18 8 ഇൻറ്റു 64 4 ബാക്കി 6 2 8 16 6 22 8 2 4 10 0 ബാക്കി 1 4 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 5040 വരും. കാരണം ഇവിടെ 180 ഉണ്ട്. ഡിവൈഡഡ് ബൈ 11 അത്രയും ഡിഗ്രി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 5040നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതിനെ 2 പ്ലേസിന് റൗണ്ട് ചെയ്തെടുക്കാം. 50ൽ 4 4 11 44 മൈനസ് ചെയ്യുമ്പോൾ 6 64ൽ 5 55 9 90ൽ 8 8 11 88 2 ഡെസിമൽ 20ൽ 1 11 9 90ൽ 8 88 2 20ൽ 1. അപ്പോൾ അത് 2 പ്ലേസ് റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ 458.18 ഡിഗ്രി. ഇവിടെ വെച്ചാൽ മതിയോ എന്ന് വെച്ചാൽ ഇവിടെ വെച്ചാൽ മതി. പക്ഷെ ചിലപ്പോൾ ഈ ആൻസർ ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചെന്ന ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് ആക്കലുണ്ടല്ലോ, അങ്ങനെ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ആക്കാം. 458 ഡിഗ്രി, പിന്നെ അടുത്തത് 1 ഇൻറ്റു 6 മിനിറ്റ്, പിന്നെ 8 ഇൻറ്റു 36 സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 458 ഡിഗ്രി 6 മിനിറ്റ് 8 6 48 8 ബാക്കി 4 3 8 20 24 4 28 288 സെക്കൻഡ് ഈക്വൽ ടു 458 ഡിഗ്രി. നോക്കുങ്ങള്
288 സെക്കൻഡിൽ 240 എന്ന് പറഞ്ഞാൽ 4 × 60 സെക്കൻഡ് 1 മിനിറ്റാണ്. അപ്പോൾ 240 സെക്കൻഡ് 4 മിനിറ്റ് ആവും. ആ 4 മിനിറ്റ് 6ന്റെ കൂടെ കൂടുമ്പോൾ 10 മിനിറ്റ് ആവും. പിന്നെ 250 കഴിച്ചാൽ പിന്നെ 288 48 സെക്കൻഡ് ഉണ്ടാവും. ഇങ്ങനെയാവും ചിലപ്പോൾ ആൻസർ വെച്ചിട്ടുണ്ടാവുക. അത് നിങ്ങളും വെക്കാൻ പഠിക്കുക കേട്ടോ. പിന്നെ അടുത്തത് -4 ആണ് ലാസ്റ്റ് വൺ. -4 മൈനസ് അവിടെ നോട്ടെ. -4 ഇൻറ്റു മൈനസ് ഓഫ് ബ്രാക്കറ്റിൽ 4 ഇൻറ്റു 180/π ഡിഗ്രി. ഇവിടെയും പൈ ക്യാൻസൽ ആയി പോവില്ല. അപ്പോൾ നമ്മൾ ആ പൈനെ അപ്രോക്സിമേഷൻ ആയ 22/7 യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് -4 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 22/7 ഡിഗ്രി -4 ഇൻറ്റു 180 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 22 അത്രയും ഡിഗ്രി. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ 2 ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 വരും, ഇവിടെ 11 വരും. -2 ഇൻറ്റു 7 14 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 11 ഡിഗ്രി. ഇനി 18 ഇൻറ്റു 14 252 ഒരു 0 കൊടുക്കുക, കാരണം ഇവിടെ 180 ഉണ്ട്. -2520 ഡിവൈഡഡ് ബൈ 11 അത്രയും ഡിഗ്രി. ഇനി നിങ്ങൾ ഡിവൈഡ് ചെയ്ത് അതിനെ 2 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ചെയ്തെടുക്കുക. That is equal to 2520 divided by 11. 25 2 22, 32 2 തന്നെ 22, അപ്പോൾ 10 ബാലൻസ്. 100 9 99 ബാലൻസ് 1 ഡെസിമൽ. ഒരു 0 വരുമ്പോൾ 10, 10 11 ഇല്ല, അപ്പോൾ 0. 100 9 99, വീണ്ടും 0909 പോകും. അത് അപ്പോൾ 2 പ്ലേസിനെ റൗണ്ട് ചെയ്തെടുക്കും. -229.09 ഡിഗ്രി. അത് -229 ഡിഗ്രി. 0 × 6 മിനിറ്റ്, അപ്പോൾ അത് വേണ്ട. 9 × 36 സെക്കൻഡ്. -229 ഡിഗ്രി. 936 324 സെക്കൻഡ്. അതിലിനി മിനിറ്റ് ഉണ്ട്. -229 ഡിഗ്രി 300 മിനിറ്റ് 300 സെക്കൻഡ് 5 മിനിറ്റ് ആവും. പിന്നെ 24 സെക്കൻഡ് ബാക്കി ഉണ്ടാവും. ദാറ്റ് ഇസ് എ ലാസ്റ്റ് ആൻസർ. ഇപ്പം നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എന്താണ്? റേഡിയൻ അളവ് തന്നിട്ട് അതിനെ ഡിഗ്രി അളവിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ രണ്ടും കണ്ടു. റേഡിയൻ ടു ഡിഗ്രി കൺവേർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ അറിയണം. ചെറിയ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണും. ഇനി ഞാൻ നിങ്ങൾക്ക് ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ കണ്ടെടുക്കുന്ന ഒരു പ്രൊസീജിയർ പറഞ്ഞുതരാം. അതും ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ക്ലോക്ക്, അതിൻ്റെ മിനിറ്റ് ഹാൻഡ് ഹവർ ഹാൻഡ്. ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. തേർഡ് പ്രോബ്ലം. Find the angle between the minute hand and hour hand of a clock when the time is, the first one 7:20 to 3:43, 5:50 ടൈമാണ്. 5:50 ഏത് സമയം ചെയ്യാം. ഞാൻ 2-3 സമയങ്ങൾ പറഞ്ഞുള്ളൂ. ഒന്നാമത്തെ ക്ലോക്കിലെ സമയം 7:20. അപ്പം നിങ്ങളോട് ചോദിച്ചത് ആ 7:20 സമയത്തിൽ നിൽക്കുമ്പോൾ മിനിറ്റ് സൂചിൻ്റെയും മണിക്കൂർ സൂചിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിള്
കൃത്യമായിട്ട് പറയണം. ക്ലോക്ക് എടുത്ത് അളന്നു നോക്കലൊന്നും നടക്കില്ല. നമ്മൾ ക്ലോക്ക് എടുക്കുക ആൾക്കാരൊന്നും പോകണ്ട. നമ്മൾ ആ ടൈം നോട്ട് ചെയ്ത് ബാക്കി പേപ്പറിൽ ചെയ്യാം. അത്രേ ഉള്ളൂ. കൃത്യമായിട്ട് പറയും. അപ്പോൾ ഒന്നാമത്തെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്നേ ഞാൻ ചെയ്യുള്ളൂ, രണ്ടെണ്ണങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ചെയ്ത് ക്ലിയർ ആയാൽ പിന്നെ ഇതൊക്കെ നമുക്ക് ആൻസർ പെട്ടെന്ന് പറയാം. ടെക്നിക്ക് ഉണ്ടായത്. ഓക്കെ. സോ ഒന്നാമത്തെ ക്ലോക്കിലെ സമയം 7:20. 7:20 എന്ന് പറഞ്ഞാൽ 7 മണിക്കൂറും 20 മിനിറ്റും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ രണ്ട് സൂചി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഓക്കെ, റഫ് ഫിഗർ ഞാൻ കൂടെ വരയ്ക്കാം. ഏത് ക്ലോക്കായാലും വായിച്ചാലും അത് വട്ടത്തിലാണ് കറങ്ങുക, സർക്കിളിനെ കൂടെയാണ് കറങ്ങുക. സെന്റർ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് 12 ഉണ്ടാവുക. എത്ര സമയം പറഞ്ഞിരിക്കുന്നത്? 7:20 അല്ലേ? അപ്പൊ മണിക്കൂർ സൂചി എവിടെ ഉണ്ടാവുക? ഇതിപ്പോ 6 ആണ്, ഇവിടെയാണ് 7 ഉണ്ടാവുക. മണിക്കൂർ സൂചി 7 7 ഇച്ചിരി കൂടെ തെറ്റിയിട്ടുണ്ടാവും. മണിക്കൂർ സൂചി. മിനിറ്റ് സൂചി കറക്റ്റായിട്ട് 4 ഉണ്ടാവും. മിനിറ്റ് സൂചി റഫ് ഫിഗർ ഇതാണ്. ആ സമയത്ത് നമ്മളോട് ആവശ്യപ്പെട്ടത് ഈ രണ്ട് സൂചിൻ്റെ അടുക്കുള്ള ഈ ആംഗിളാണ് ചോദിച്ചത്. ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ഹവർ ഹാൻഡ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ മണിക്കൂർ സൂചി 7 മണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുവരെ കറങ്ങില്ലേ? ആ റൊട്ടേഷൻ ആംഗിളിന്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കും. ചിഹ്നം നമുക്ക് ആവശ്യമില്ല, ആ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കും. പ്ലസോ മൈനസോ എന്നുള്ളത് നമുക്ക് കുഴപ്പമില്ല. ആ എമൗണ്ട്, ചിഹ്നം മൈനസ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ആ എമൗണ്ട് കിട്ടിയാൽ മതി. ഞാനത് അങ്ങനെ പറയാൻ കാരണം ക്ലോക്ക് വൈസ് ആകുമ്പോൾ നെഗറ്റീവ് എടുക്കണ്ടില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ആംഗിൾ ചോദിച്ചുകൊണ്ട് ഇപ്പം നെഗറ്റീവ് എടുത്തു പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. എന്തായാലും 12 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ കറങ്ങി 6 മണിക്കൂർ സൂചി. അപ്പോൾ ഒരു ആംഗിൾ ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ വീണ്ടും വന്നിട്ട് 12 സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ മിനിറ്റ് സൂചി ഇത്രയും കറങ്ങില്ലേ? അത് വേറെ കണ്ടുപിടിക്കും ആ എമൗണ്ട്. എന്നിട്ട് വലിയ എമൗണ്ടിൽ നിന്ന് ചെറിയ എമൗണ്ട് മൈനസ് ചെയ്യും. വലിയ എമൗണ്ട് പറഞ്ഞാൽ അവിടെ മണിക്കൂർ സൂചിന്റെ വലിയ എമൗണ്ടും മിനിറ്റ് സൂചിന്റെ ചെറിയ എമൗണ്ടും. അപ്പോൾ മണിക്കൂർ സൂചിന്റെ ഇന്ന് മിനിറ്റ് സൂചിന്റെ മൈനസ് ചെയ്യും. അതെപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. 3:40 സമയം ആലോചിച്ച് നോക്കൂ. 3:40 സമയമാകുമ്പോൾ മിനിറ്റ് സൂചി മുന്നിലും മണിക്കൂർ സൂചി ബാക്കിലും ഉണ്ടാവുക. അപ്പോൾ അവിടെ വലിയ ആംഗിൾ കിട്ടൽ മിനിറ്റ് സൂചിക്കും, ചെറുത് കിട്ടൽ മണിക്കൂർ സൂചിക്കുമാണ്. എനിവേ രണ്ടും കണ്ടിട്ട് വലുതെന്ന് ചെറുത് മൈനസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നും വരില്ല. അപ്പൊ ഇനി ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം അവർ ഹാൻഡിന്റെ കാര്യം ചർച്ച ചെയ്യാം. അവർ ഹാൻഡ് ഇത്രയും സമയം കൊണ്ട് കറങ്ങിയ ആംഗിളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് അവർ ഹാൻഡിന്റെ കാര്യം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി, നിങ്ങളുടെ സമയത്തെ കംപ്ലീറ്റ് മണിക്കൂറാക്കി മാറ്റണം. 7:20 സമയം എന്ന് പറഞ്ഞാൽ 7 മണിക്കൂറും 20 മിനിറ്റും. അത് നിങ്ങൾക്ക് അറിയാം. 7 പ്ലസ് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാ. 1 മണിക്കൂർ 60 മിനിറ്റാ. അപ്പോൾ 1 മിനിറ്റ് 1/60 മണിക്കൂറാ. 1/60 മണിക്കൂറാ. അപ്പൊ 20 മിനിറ്റ് 20/60 മണിക്കൂറാ. അപ്പൊ ഇത് 7:20 എന്ന് പറഞ്ഞത് 7 + 20/60 അവറാ. അത് 7 + 1/3 അവറാ. 7 × 3 21 + 1 22/3 അവറാണ്. അപ്പൊ 7:20 മൊത്തം മണിക്കൂറാക്കുമ്പോ 22/3 അവറാണ്. ഇതിവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ വീണ്ടും ആലോചിക്കുക. ഏത് ക്ലോക്കായാലും വാച്ചായാലും മണിക്കൂർ സൂചി ഒരു ഫുൾ റൗണ്ട് കറങ്ങി തീരാൻ എത്ര മണിക്കൂർ സമയമെടുക്കും? എത്ര മണിക്കൂർ സൂചി 12 മുതൽ തുടങ്ങി തിരിച്ച് അവിടെ തന്നെ എത്താൻ 12 മണിക്കൂർ സമയമെടുക്കും. യെസ്. അപ്പൊ 12 അവർ ടൈം കൊണ്ട് റൊട്ടേറ്റഡ് എമൗണ്ട്, ചിഹ്നം നമ്മൾക്ക് ആവശ്യമില്ല, 360 ഡിഗ്രി. 360 ഡിഗ്രി എമൗണ്ട് ചെയ്യും. അപ്പോൾ 1 അവർ ടൈം കൊണ്ട് റൊട്ടേറ്റഡ് ആംഗിൾ വരിക 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 12 30 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ ഏത് ക്ലോക്ക് ആയാലും വാച്ചായാലും 1 മണിക്കൂർ സമയം കൊണ്ട് മണിക്കൂർ സൂചി കറങ്ങുന്ന ആംഗിളിന്റെ എമൗണ്ട് 30 ഡിഗ്രിയാ. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് 2 × 30 ഡിഗ്രിയാ.
അപ്പോൾ 5.5 മണിക്കൂർ കൊണ്ട് 5.5 ഇൻറ്റു 30 ഡിഗ്രിയാ. 7.25 മണിക്കൂർ കൊണ്ട് 7.25 ഇൻറ്റു 30 ഡിഗ്രിയാ. അപ്പൊ നമുക്ക് ആക്ച്വലി ഇവിടെ കറങ്ങിയ മണിക്കൂർ 22/3 അവറാ. ദർഫോർ 22/3 അവർ ടൈം കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ 22/3 ഇൻറ്റു 30 ഡിഗ്രിയാ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3ഉം 30ഉം കട്ട് ചെയ്യുമ്പോൾ 10, 22 ഇൻറ്റു 10 220 ഡിഗ്രിയാ. ഇതവിടെ വെക്കാം. അപ്പൊ ഈ മണിക്കൂർ സൂചി 12 സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മണിക്കൂറും 20 മിനിറ്റും കറങ്ങി ഇവിടെ എത്തുമ്പോണ്ടായ റൊട്ടേറ്റഡ് എമൗണ്ട് 220 ഡിഗ്രി. ഇനി മണിക്കൂർ സൂചിനെ വിട്ടടാ. Now come to the discussion of minute hand. Hello, minute hand. നമുക്കിവിടെ ആകെയുള്ള സമയം മിനിറ്റ്, ഫുൾ കറക്കങ്ങളൊന്നും വേണ്ട. ഈ ലാസ്റ്റ് റൗണ്ടിൽ ഈ സ്റ്റാർട്ടിംഗ് തുടങ്ങിയിട്ട് 4 എത്തുമ്പോൾ അഥവാ 20 മിനിറ്റ് കറങ്ങുമ്പോഴുള്ള ആംഗിൾ മതി. അപ്പൊ 20 മിനിറ്റ് സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം. മിനിറ്റ് സൂചി ഒരു ഫുൾ റൗണ്ട് കറങ്ങാൻ എടുക്കുന്ന സമയം, മിനിറ്റ് സൂചി ഒരു ഫുൾ റൗണ്ട് കറങ്ങാൻ 1 മണിക്കൂർ 60 മിനിറ്റ്, മിനിറ്റിൽ പറയും, മിനിറ്റ് സൂചിന്റെ മിനിറ്റിൽ പറയും. അപ്പൊ 60 മിനിറ്റ് ടൈം കൊണ്ടാണ് മിനിറ്റ് സൂചിക്ക് ഒരു റൗണ്ട് കറങ്ങുക. 60 മിനിറ്റ് ടൈം തരുന്ന റൊട്ടേഷൻ 360 ഡിഗ്രി. അപ്പൊ 1 മിനിറ്റ് ടൈം കൊണ്ട് 360 ഡിഗ്രി ബൈ 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഡിഗ്രി. അപ്പൊ മിനിറ്റ് സൂചി 1 മിനിറ്റ് സമയം കൊണ്ട് തിരിയുന്ന ആംഗിളിന്റെ എമൗണ്ട് 6 ഡിഗ്രിയാണ്. അപ്പൊ 2 മിനിറ്റ് കൊണ്ട് 12 ഡിഗ്രിയാണ്. 5 മിനിറ്റ് കൊണ്ട് 5 ഇൻറ്റു 6 ഡിഗ്രി 30 മിനിറ്റ് ആണ്, എക്സെട്ര 30 ഡിഗ്രി. അപ്പൊ 1 മിനിറ്റ് സമയം കൊണ്ട് 6 ഡിഗ്രി. നമുക്ക് എത്ര മിനിറ്റാ? 7:20 മിനിറ്റ് അല്ലേ? അപ്പൊ 20 മിനിറ്റ് ടൈം കൊണ്ട് 20 ഇൻറ്റു 6 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പൊ മിനിറ്റ് സൂചി 12 സ്റ്റാർട്ട് ചെയ്ത് ഈ 4 വരെ അഥവാ 20 മിനിറ്റ് കഴിയുമ്പോൾ 120 ഡിഗ്രി ആംഗിൾ തിരിയും. അപ്പൊ ഇനി നേരത്തെ കിട്ടിയത് 220, ഈ കിട്ടിയത് 120. അപ്പൊ ഈ രണ്ട് സൂചിന്റെ ഉള്ളിലുള്ള ആംഗിൾ അവിടെ ഡിഫറൻസ് വരിക. Therefore record angle is equal to 220 degree minus 120 degree is equal to 100 degree. അപ്പൊ 7:20 സമയമാണെങ്കിൽ രണ്ട് സൂചിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ വരിക 100 ഡിഗ്രിയാ. അതെല്ലാ സമയത്തും അങ്ങനെയല്ല, പല സമയത്ത് പല മാതിരിയാണ്. അപ്പൊ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി ആംഗിൾ ആണ് തിരിയുക. മിനിറ്റ് സൂചി 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി ആംഗിൾ ആണ് തിരിയുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്ന സമയത്തിനെ കംപ്ലീറ്റ് മണിക്കൂർ ആക്കുക. ഇതേപോലെ കംപ്ലീറ്റ് മണിക്കൂർ ആക്കുക. ആ മണിക്കൂർ ഇൻറ്റു 30 ഡിഗ്രി ചെയ്യുക, ഒരു ആംഗിൾ കിട്ടും. ആ മിനിറ്റ് മാത്രം എടുത്തിട്ട്, ഇപ്പൊ 3:40 40 മിനിറ്റ് മാത്രം എടുത്തിട്ട് 40 ഇൻറ്റു 6 ഡിഗ്രി ചെയ്യുക, അപ്പോൾ ഒരു ആംഗിൾ കിട്ടും. വലിയ ആംഗിളിൽ നിന്ന് ചെറിയ ആംഗിൾ മൈനസ് ചെയ്യുക. അപ്പൊ 3:40 പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് മണിക്കൂർ ആക്കുമ്പോൾ 3:40/60 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 40/60 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 2/3 3 + 2/3 എന്ന് പറയുമ്പോൾ 11/3 11/3 മണിക്കൂർ. 11/3 ഇൻറ്റു 30 എന്ന് പറയുമ്പം 11/3 ഇൻറ്റു 30 110 ഡിഗ്രി. ഓക്കെ. പിന്നെ 40 മിനിറ്റ്സിൽ 40 ഇൻറ്റു 6 ഡിഗ്രി 240 ഡിഗ്രി. അപ്പൊ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ചെറിയ ആംഗിൾ 110 ഡിഗ്രിയും വലിയ ആംഗിള് 6 ഇൻറ്റു 40 240. 240 മൈനസ് 110 130 ഡിഗ്രിയാണ് രണ്ടാമത്തിന്റെ ആൻസർ വരിക. അതേപോലെ 5:50 നിങ്ങൾ ചെയ്യൂലേ? 5:50 5 + 50/60 അത് മണിക്കൂർ. ആ മണിക്കൂർ ഇൻറ്റു 30 ഡിഗ്രി ചെയ്യുക. പിന്നെ 50 ഇൻറ്റു 6 ഡിഗ്രി ചെയ്യുക. എന്നിട്ട് വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക. അപ്പൊ ഈ രണ്ടെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഈ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ബാക്കി പ്രോബ്ലം ഡിസ്കഷൻ ഇനിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.